വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യാക്കുറിപ്പ് പുറത്ത് 4 കത്തുകളാണ് ലഭിച്ചത്. കത്തുകളിൽ ND അപ്പച്ചനെയും IC ബാലകൃഷ്ണനെയും പറ്റി പരാമർശമുണ്ട്. ND അപ്പച്ചനും IC ബാലകൃഷ്ണനും പണം വാങ്ങാൻ ഇടപെട്ടു. IC ബാലകൃഷ്ണന്റെ താൽപര്യപ്രകാരം മകൻ വിജേഷിനെ ബാങ്കിൽ നിന്ന് പുറത്താക്കിയെന്നും KPCC നേതൃത്വത്തിന് എല്ലാം അറിയാമായിരുന്നുവെന്നും ആത്മഹത്യാക്കുറിപ്പിൽ. അരനൂറ്റാണ്ട് പാർട്ടിക്ക് വേണ്ടി ജീവിതം തുലച്ചെന്നും ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു. ന്യൂസ് മലയാളം എക്സ്ക്ലൂസീവ്. ഇത്തരം സൂചന വന്നിട്ടില്ല. ചെറിയ ബാധ്യതകൾ എനിക്കറിയായിരുന്നു, പക്ഷെ അല്ലാതെ ഇതിനെപ്പറ്റി എനിക്കറിയില്ലായിരുന്നു. ഒരു 7 കൊല്ലത്തൊരു ഇതുപോലും അവന് ആ ഒരു പിരിച്ചുവിടൽ കാലഘട്ടത്തിൽ അവന് കൊടുത്തിട്ടില്ല. പിന്നെ അച്ഛനൊരു മെഡിക്കൽ ഷോപ്പ് ഉണ്ടായിരുന്നു, പക്ഷെ അതിലായിരുന്നു പിന്നെ ഇത് ചെയ്തുകൊണ്ടിരുന്നത്. അതും പിന്നെ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ വന്ന് ഇതിലേക്ക് വന്നപ്പം ഇപ്പോൾ കുറച്ച് കാലമായിട്ട് അച്ഛൻ വീട്ടിൽ തന്നെയാണ്. കൊണ്ടുപോകുന്ന സമയത്ത് അച്ഛൻ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാം ശരിയാവും മോനെ, പേടിക്കണ്ട, ഞാൻ പറഞ്ഞ മാതിരി കാര്യങ്ങൾ ചെയ്താൽ മതി എന്നെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി വേറൊരാൾക്ക് ഇങ്ങനത്തെ ഒരു ഗതികേട് ഉണ്ടാവരുത്. പലർക്കു വേണ്ടിയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അച്ഛൻ തന്നെയായിരുന്നു മുൻപന്തിയിലായിരുന്നു. പക്ഷെ അച്ഛൻ്റെ ഒരു പ്രശ്നം വന്നപ്പം കൂടെ ഉണ്ടായിരുന്നവർ പോലും തള്ളി പറഞ്ഞു. അതായിരിക്കണം ചിലപ്പോൾ ഈ ഒരു ഇതിലേക്ക് എത്തിച്ചിട്ടുണ്ടാവുക. കഴിഞ്ഞ മാർച്ച് മാസം മുതൽ അച്ഛൻ വീടിന് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഈ പാർട്ടി കാര്യങ്ങൾ കൂടുതലും നമ്മളോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഭയങ്കര മാനസിക സംഘർഷത്തിലായിരുന്നു. അന്ന് ഒരു ഭയങ്കര ഇഷ്യൂ ഉണ്ടായിരുന്നു അച്ഛനെ ദയിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. പക്ഷേ അച്ഛൻ എഴുതിയ ആത്മഹത്യാക്കുറിപ്പിൽ അച്ഛൻ പ്രത്യേകം എഴുതിയിട്ടുണ്ട്, എന്നെ ദയിപ്പിക്കരുത്, എന്നെയും മകനെയും കുഴിയെടുത്ത് പൊതുശ്മശാനത്തിലെ സംസ്കരിക്കാവുള്ളൂ എന്ന് അച്ഛൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോൺഗ്രസിലെ പ്രമുഖ 2 നേതാക്കന്മാരെ പേരും പറഞ്ഞു. അവര് കുടുംബയോഗം വിളിച്ച് കുടുംബത്തിനെതിരെ വഴിതിരിച്ചു വിടാൻ കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ പറഞ്ഞു എന്ന് നമ്മളെ കുടുംബം നമ്മളോട് വെളിപ്പെടുത്തിയ കാര്യമാണ്. നേരിട്ട് പോയി എല്ലാവരെയും കണ്ടിട്ടും എല്ലാവരും ആദ്യം നമ്മളോട് അവർ പറഞ്ഞത്, കാരണം ഈ പാർട്ടിനെ പറ്റി നമുക്കറിയാത്തതുകൊണ്ടായിരിക്കും ആദ്യം അവർ ഈ കത്ത് കാണിക്കുന്നതിന് മുന്നേ അവർ വേറെ കഥകളായിരുന്നു നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അച്ഛൻ അതിനകത്ത് അവർ പറഞ്ഞ കഥകൾ അച്ഛൻ കറക്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നേരെ ട്വിസ്റ്റ് ആവുക ചെയ്ത്. അപ്പോഴാണ് ഈ കത്തിലായിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മളും അച്ഛനെ സംശയിച്ചു പോയേനെ. നിങ്ങൾക്ക് ആ കത്ത് വായിച്ചാൽ ശരിക്കും മനസ്സിലാവും, അവരെ ഇപ്പം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ, അച്ഛൻ പറഞ്ഞിരിക്കുന്ന ആൾക്കാരെ കയ്യിൽ സ്വന്തമായിട്ട് ഭൂമിയില്ല, അതുകൊണ്ട് വിജയൻ കൊടുക്കണം എന്നുള്ള രീതിക്കാണ് അച്ഛനെ പറഞ്ഞു പറ്റിച്ചിട്ടാണ് അച്ഛൻ്റെ പേരിലുള്ള സാധനം വെച്ചിരിക്കുന്നത്. ഞാൻ അന്നും പറയുന്നു, NM വിജയന്റെ മരണകാരണങ്ങൾ കൃത്യമായി അന്വേഷിക്കപ്പെടണം. എനിക്കെതിരെ വന്ന ആരോപണം അന്വേഷിക്കുന്നതിന് വേണ്ടി ഞാൻ അതിന്റെ രണ്ട് ദിവസം കഴിഞ്ഞ് ഞാൻ SP-ക്ക് നേരിട്ട് പരാതി കൊടുത്തു. എന്റെ പാർട്ടി നേതാക്കളുടെ അഭിപ്രായം അനുസരിച്ച് സമഗ്രമായ അന്വേഷണം നടക്കണം. ഒരു ആത്മഹത്യക്കുറിപ്പ് കിട്ടുമ്പോൾ സ്വാഭാവികമായി 10 ദിവസം കഴിഞ്ഞ് ഒരു ആത്മഹത്യക്കുറിപ്പ് കിട്ടുമ്പോൾ ആ ആത്മഹത്യക്കുറിപ്പുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ നടത്തണം. വിജയേട്ടന്റെ വീട്ടിൽ നിന്നും നിരവധി ഡയറികൾ എടുത്തിട്ടുണ്ടെന്ന് ആ വീട്ടുകാർ തന്നെ പറയുകയുണ്ടായി. വിജയേട്ടന്റെ കയ്യക്ഷരം പരിശോധിക്കണം. മാത്രം 10 ദിവസം കഴിഞ്ഞ് ഒരു കത്ത് പുറത്തു വരുമ്പോൾ അതിൽ ചില കാര്യങ്ങൾ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക്, ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് സംശയിക്കപ്പെടുന്നു. ഞാൻ MLA ആയി വന്നതിന് ശേഷം 2011 മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ സാമ്പത്തിക സ്രോതസ്സും അന്വേഷിക്കണമെന്ന് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു പേടിയില്ല കാര്യത്തില്. കൂടുതൽ വിവരങ്ങളുമായി വയനാട്ടിൽ നിന്നും രതീഷ് വാസുദേവൻ ചേരുന്നു. രതീഷ്, DCC നേതൃത്വത്തെയാകെ KPCC നേതൃത്വത്തെയാകെ കുരുക്കിലാക്കുന്ന, അവർ ഉത്തരം പറയേണ്ട കത്തുകൾ പുറത്തു വന്നിരിക്കുന്നു. 4 കത്തുകൾ പുറത്തു വരുമ്പോൾ IC ബാലകൃഷ്ണൻ അടക്കം ഇതിനെ തള്ളുന്നു. IC ബാലകൃഷ്ണനെ പിന്തുണച്ചുകൊണ്ട് രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ എത്തുകയും ചെയ്യുന്നു. ഒപ്പം NM വിജയന്റെ കുടുംബത്തിന് ഒപ്പം നിന്നുകൊണ്ട് CPM നേതാക്കളുടെ പ്രതികരണവും വരുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? എങ്ങനെ കോൺഗ്രസ് ഇതിനെ നേരിടും? എന്തൊക്കെ പറഞ്ഞാലും ഏതൊക്കെ തരത്തിലുള്ള വിശദീകരണങ്ങൾ നടത്തിയാലും കോൺഗ്രസിന് വലിയ പാടുപെടേണ്ടി വരും ഇത് വിശദീകരിക്കാൻ. കാരണം കൃത്യമായി ഈ കുറിപ്പുകളിൽ IC ബാലകൃഷ്ണന്റെയും ND അപ്പച്ചന്റെയും ഉൾപ്പെടെ പേരുകൾ കൃത്യമായി ഉണ്ട്. അവർ പണം വാങ്ങിയത് സംബന്ധിച്ച് പല തവണ ആവർത്തിച്ചിട്ടുണ്ട്. അത് ഏത് സാഹചര്യത്തിലാണെന്ന് വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഈ സ്വാഭാവികമായും അന്വേഷണത്തിന്റെ പരിധിയിൽ വരും. ഇത്രയും ദിവസം ഇത്തരത്തിൽ ഒരു വിവരം ലഭിക്കാതെ, രേഖ ലഭിക്കാതിനെ തുടർന്ന് ഇരുട്ടിൽ തപ്പിയ പോലീസിന് കുറച്ചുകൂടി വിശദമായി
ഈ വിഷയത്തിൽ ഇടപെടാൻ സാധിക്കുന്നു എന്നത് വളരെ നിർണായകമായ കാര്യമാണ്. ഫോൺ ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ട് ഇതിലേക്ക് എന്താണ് ഈ സാമ്പത്തിക പ്രശ്നങ്ങളുടെ അടിസ്ഥാനം എന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു അന്വേഷണ സംഘം. അതിനിടയിൽ വിജിലൻസിനും ഈ അന്വേഷണം ഏറ്റെടുത്തിട്ടുണ്ട്. അവർക്കും ഇത്തരത്തിൽ ഇത് ഏറെ സഹായകരമായ അല്ലെങ്കിൽ വളരെ പെടുന്നതിനെ തീരുമാനങ്ങളിലേക്കോ ആളുകളിലേക്കോ ഒക്കെ എത്തിച്ചേരാവുന്ന സാധ്യത തുറക്കുകയാണ് ഈ കത്തുകൾ. എൻ വിജയൻ വളരെ വൈകാരികമായി തന്നെ എഴുതുകയാണെങ്കിലും വസ്തുതാപരമായും വിശദമായുമാണ് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. കാലഘട്ടങ്ങൾ തീയതികളൊക്കെ കൃത്യമായി സൂചിപ്പിച്ചുകൊണ്ടാണ് ആ കത്തുകൾ തയ്യാറാക്കിയിട്ടുള്ളത്. സുധാകരൻ എഴുതിയ കത്ത് സംസ്ഥാന പ്രസിഡന്റ് കെ സുധാകരൻ എഴുതിയ കത്തിൽ കൃത്യമായി കാര്യങ്ങൾ പറയുന്നുണ്ട്. തന്റെ മകന് ഈ മരണപ്പെട്ട ജിജേഷിന് അർബൻ ബാങ്കിൽ ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെടുത്തിയത് IC ബാലകൃഷ്ണനാണ് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. 40 വർഷം ഈ പാർട്ടിയിൽ പണിയെടുത്ത മുതിർന്ന ഒരു പ്രവർത്തകനായ തനിക്ക് തന്റെ മകന് ഒരു ജോലി നൽകാൻ കഴിയാത്ത പാർട്ടി ആ ജോലി നഷ്ടപ്പെടുത്താൻ ഇടപെട്ട നേതാക്കൾ ഇവർക്കൊക്കെതിരെ നടപടി എടുക്കണം. തന്റെ മകന്റെ ജോലി കളഞ്ഞത് ഈ IC ബാലകൃഷ്ണന്റെ ഇടപെടലാണ് എന്ന് വരെ സൂചിപ്പിച്ചിട്ടുണ്ട് ആ കത്തിൽ. ഇതിനൊക്കെ മറുപടി പറയാൻ ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങൾക്ക് ബാധ്യതയുണ്ട്. മാത്രവുമല്ല മുല്ലപ്പള്ളി അടക്കം സുജനവാല അടക്കമുള്ള ആളുകളുടെ വലിയ പ്രധാനപ്പെട്ട നേതാക്കളുടെ സഹപാഠി കൂടിയായിരുന്നു NM വിജയൻ എന്ന കോൺഗ്രസ് നേതാവ്. അതുകൊണ്ട് തന്നെ പ്രബലനാണ്. വയനാട്ടിലെ രാഷ്ട്രീയ ഔന്നിത്യമുള്ള വലിയ തന്ത്രജ്ഞനായ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നീക്കങ്ങൾ കോൺഗ്രസിൽ നടത്തിയിരുന്ന ഒരു നേതാവെന്ന നിലയിൽ വൈകാരിക പ്രശ്നങ്ങളുടെ പേരിൽ മാത്രം ആത്മഹത്യയിലേക്ക് പോകുന്ന ഒരാളല്ല NM വിജയൻ എന്ന് അന്ന് പൊതുസമൂഹവും മറ്റിതര രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ അഭിപ്രായപ്പെട്ടിരുന്നു. ആ അഭിപ്രായം ശരിവെക്കുന്ന തരത്തിൽ തന്നെയാണ് NM വിജയന്റെ കത്തിലെ വരികൾ. നേതൃത്വത്തെ, സംസ്ഥാന ജില്ലാ നേതൃത്വത്തെ പ്രതിക്കൂട്ടിലാക്കുന്ന, കൃത്യമായി അവരിലേക്ക് തന്നെ വിരൽ ചൂണ്ടുന്ന തരത്തിലാണ് NM വിജയന്റെ കത്തിലെ വരികൾ. ശരി രതീഷ്, NM വിജയന്റെ ആത്മഹത്യാ കുറിപ്പ് പുറത്തു വന്നതിന്റെ വിശദാംശങ്ങളാണ് രതീഷ് വാസുദേവൻ നൽകിയത് വയനാട്ടിൽ നിന്നും.